ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ശംഖുമുഖം വരെ പോവുക. പെട്ടെന്നിട്ടൊരു പ്ലാനാണ് കേട്ടോ. പക്ഷെ ഈ പെട്ടെന്നിടുന്ന പ്ലാനൊക്കെ നടക്കത്തുള്ളൂ. എന്റെ കൂടെ അനിയന്മാരും അമ്മുമ്മയും കുഞ്ഞമ്മയും അമ്മയും പിന്നെ സ്വാതിയും ഉണ്ട് കേട്ടോ. പോകുന്ന വഴി എയർപോർട്ടും പിന്നെ ബീച്ച് എത്താറാവുമ്പം മറ്റേ ശംഖുമുഖം ടെമ്പിളൊക്കെ കാണുന്നുണ്ട്. എയർപോർട്ട് കാണുമ്പോൾ പണ്ട് ചാച്ചനെ കൊണ്ടുവിടാനായിട്ട് ഇവിടെ ട്രിവാൻഡ്രം വരുന്നതാണ് ഓർമ്മ വരുന്നത്. കൊണ്ടുവിട്ടിട്ട് വന്ന് ഞങ്ങളെ വിഷമം മാറ്റാൻ ഇവിടെ ശംഖുമുഖത്ത് കൊണ്ടുവരായിരുന്നു. 6ലോ 7ലോ കണ്ട് പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. അതിനുശേഷം ഇതുവരെ ശംഖുമുഖത്ത് വന്നിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറുക. കയറുന്ന വഴിക്ക് കുറെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ആ ബീച്ചിന്റെ കളറും കടകളുടെ സാധനങ്ങളൊക്കെ നല്ല കളർഫുൾ. ഈ തിരക്കിന്റെ ഇടയ്ക്കും രണ്ടുപേരും നല്ല സുഖം ഉറക്കമൊക്കെ ഉറങ്ങുന്നു. പിന്നെ ഈ ജീപ്പൊക്കെ ഞങ്ങളുടെ അടുത്തോട്ട് ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആറാട്ടുമണ്ഡപം ഒക്കെ കണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയാം സൺസെറ്റിന്റെ ടൈമിൽ ഇത് കാണാൻ. എന്നിട്ട് ഇങ്ങനെ നേരെ നടന്നു പോകുമ്പോൾ ഒരു കുതിരയൊക്കെ കാണാം. അപ്പൊ ആദ്യം അതിനെ ചെന്ന് ഇടിക്കേണ്ടൊക്കെ ആയിരുന്നു. രസമുണ്ട്. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കുറെ ബബിൾസ് പറക്കുന്നതും ഈ സൺസെറ്റ് ടൈമിന്റെ ഒരു ഗോൾഡൻ അവറിന്റെ ആ ഒരു തിളക്കവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഞങ്ങളെ വിട്ടിട്ട് അങ്ങ് ഫ്രണ്ടിൽ നടന്നു പോയി. അപ്പൊ ഞങ്ങളും മമ്മയും മാത്രമായി ലാസ്റ്റ്. അങ്ങനെ ഞങ്ങള് ഓടി പോയി നമുക്കൊന്ന് മത്സ്യകന്യയും കൂടെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് മമ്മ ഞങ്ങളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാ കേട്ടോ. ഞങ്ങൾ യങ് ലേഡീസ് എല്ലാം കൂടെ ശംഖുമുഖത്ത് വന്നിരിക്കും. പോകുന്ന വഴി ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല തണലൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. 1992 പണി കഴിച്ചതാണ് ഈ മത്സ്യകന്യയുടെ ശില്പം. ഇതൊരു ഫോട്ടോഗ്രാഫിക് സ്പോട്ട് എന്നുള്ളതിനുപരി കടലും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജും കൂടെ. ശംഖുമുഖം ബീച്ചിന്റെ ഒരു ഐക്കോണിക് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഇത്ര നാൾ കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററും കാണാം. എന്നിട്ട് ഞങ്ങൾ നേരെ നടന്ന് ബീച്ചിലേക്ക് പോയി. അവിടെ വരെ എത്തിയപ്പോഴത്തേക്കും അവര് വിളിച്ചു അവരുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 3 പേരും കൂടെ നടന്ന് ബീച്ചിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടിനകത്ത് വലയും അങ്ങനെ ഇതൊക്കെ കണ്ട് പോകാനുള്ളത്. ഒട്ടും ബോറടിയില്ല കേട്ടോ. വെറുതെ നടക്കുവാണെങ്കിലും ഇരിക്കാനാണെങ്കിലും അവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് സമയം കളയാതെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ച് നേരെ അങ്ങ് നടന്നു. അവിടെ എത്തി നല്ല രസമായിരുന്നു കുറെ നേരം. എനിക്ക് ഒരുപാട് ഉള്ളിലോട്ട് ഇറങ്ങാൻ പേടിയാ കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാൻറ്റൊക്കെ ഒന്ന് ബുക്ക് വെച്ചിട്ട് കുറച്ച് ദൂരം ഇറങ്ങുന്നുള്ളൂ. കുഞ്ചൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് മറിയുമായിരുന്നു. എന്തായാലും ഇങ്ങനെ ഫാമിലിയായിട്ട് കുറച്ച് ടൈം കിട്ടുന്നതൊക്കെ ഭയങ്കര ഒരു രസമുണ്ട്. ഫസ്റ്റ് എന്റെ കാലിലേക്ക് വീഴുന്ന തിരയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ രസമല്ലേ, എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. ഓഫ് ആവുന്ന വരെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഇത്രയും പേരും കൂടെ വന്നത്. കുഞ്ചൂസിന് ഇന്ന് 9 പരീക്ഷ കഴിഞ്ഞ. അപ്പൊ അത് കൂട്ടി ഞങ്ങളിപ്പോ ട്രിവാൻഡ്രത്ത് വേറെ വീട്ടിൽ വന്നത്. എന്നിട്ട് ജസ്റ്റ് കറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയത്. എന്തായാലും പ്ലാനൊന്നും തെറ്റാതെ കറക്റ്റ് ഗോൾഡൻ അവർ ഒക്കെ കാണാൻ പറ്റി. തിരമാലയുടെ കൂടെ ഒഴുകി വന്ന ഒരു മീനാണ് കേട്ടോ ഇത്. ഇതിനെ പിന്നെ ജീവനുണ്ടെന്ന് കണ്ട് മമ്മ എടുത്ത് കടലിലേക്ക് തന്നെ ഇട്ടു. പക്ഷെ ഒരുപാട് ദൂരോട്ട് എറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിങ്ങനെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വെള്ളത്തിനകത്തായിരുന്നു. അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ അതും കൂടെ നോക്കുന്നുണ്ടായിരുന്നു അങ്കു. തിരമാല വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ബ്രഷും പാലിന്റെ കവറും അങ്ങനെ കുറെ കുപ്പി അങ്ങനെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇത്രയും നല്ല വ്യൂവും കാറ്റും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ആകെ ഒരു ഇതായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് കളിച്ച് അങ്കുനെ പിടിച്ച് വെള്ളത്തിലൊക്കെ മുക്കുന്നുണ്ട്. സൂര്യനൊക്കെ അപ്പോഴത്തേക്ക് നല്ല റെഡ് കളറായിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെഡ് പൊട്ട് പോലെ പറയത്തില്ലേ, അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ മണ്ണും വെള്ളമെല്ലാം വായി കയറിയപ്പോ ഇത്തിരി സമാധാനമായി. സൂര്യൻ കടലിലോട്ട് പോകുന്ന എന്തുവെള്ളം കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ല റെഡ് കളറുള്ള സണ്ണൊക്കെ കണ്ട് ചെറിയൊരു മൂടലുണ്ടായിരുന്നു. അതായത് കാണാൻ പറ്റാതായി പോയത്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്മയുടെയും അമ്മമ്മയുടെയും കുഞ്ഞമ്മയുടെയും ഒക്കെ കൂടെ ഫോട്ടോ എടുത്ത് 3 പേരും നല്ല എങ്ങ. അതുകൊണ്ട് ആരാ അമ്മ അമ്മുമ്മ കുഞ്ഞമ്മ ഒന്നും മനസ്സിലാവത്തില്ല. അവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ തിരിച്ചു പോകാനുള്ള പ്ലാനാക്കി. പോകുന്നതിന് മുന്നേ കടലിൽ നിന്ന് കൈ കഴുകണമല്ലോ, അതിന് വേണ്ടി നിൽക്കും ഇവര് 3. എന്നിട്ട് അവിടുന്ന് കൈയും കാലും ഒക്കെ കഴുകി നേരെ നടന്ന് ഒരു ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്ത സ്ട്രീറ്റിലുള്ള കടയിൽ കയറുന്നുണ്ട്. അവിടെ പോയി എല്ലാരും ഓരോന്ന് പറഞ്ഞു. അങ്ക് പറഞ്ഞത് ചോളവാ. കുഞ്ചു പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മസാലപ്പൂരി പറഞ്ഞു. സ്വാദിക്ക് മറ്റേ ഇത് വേണോന്ന് പറഞ്ഞു. കടലൊക്കെ ഇട്ടിട്ടൊരു മിക്സ് ഇല്ലേ. ചായ കൂടിയൊന്നും എന്തായാലും നടന്നില്ല. ഞങ്ങൾ കഴിക്കുമായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടാ പോയത്. പിന്നെ കുറച്ചു നേരം ഇരുന്ന പാൻറ്റും ഒക്കെ ഉണക്കാമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ ചുമ്മാ എൻ്റെ വീഡിയോസൊക്കെ കുറച്ചെടുത്ത്. സാധാരണ എൻ്റെ വ്ളോഗിനകത്തൊന്നും എന്നെ കാണത്തില്ല, കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് വീഡിയോസ് എന്നെ വെച്ച് എടുപ്പിച്ച് എല്ലാവരെ കൊണ്ട്. മസാലപ്പൂരിക്ക് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് മൊത്തം ഇരുന്ന് കഴിച്ച്. എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് തിരിച്ച് പോകുക. കുറച്ച് സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാണാൻ വേറൊരു ഭംഗിയായിരുന്നു. കയറി വരുമ്പോൾ ഉള്ളത് നല്ല വെട്ടമായിരുന്നെങ്കിൽ ഇത് വേറൊരു ഇത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാറി കയറി അങ്ങ് വീട്ടിൽ പോയി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങി.
അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എൻ്റെ തൊണ്ട ഇത്തിരി അടഞ്ഞിരിക്കുക കേട്ടോ, അതായത് സൗണ്ട് ഇടയ്ക്ക് ഒന്ന് പോകുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.